ഹലോ, ഇന്ന് നമ്മളിവിടെ നല്ല പാലിയപ്പമാണ് തയ്യാറാക്കുന്നത് കേട്ടോ. അതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് നല്ല വലിയ പരിപ്പുണ്ടല്ലോ, അതെടുത്തിട്ടുണ്ട്. അതൊന്ന് വെള്ളത്തിൽ വെച്ചിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ഒരു കപ്പ് അരിപ്പൊടി എടുത്തിട്ട് ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. അത് നമുക്ക് ചെറിയ ഉരുളകളാക്കി എടുക്കണം. എന്നാൽ ഭയങ്കര ടാസ്ക്കായിട്ടുള്ളൊരു പണിയാണ് കേട്ടോ ഈ മാവ് ഉരുട്ടിയെടുക്കുന്നത്. അപ്പോൾ അതിങ്ങനെ ചെറിയ രീതിയിൽ നമ്മളിങ്ങനെ കയ്യിൽ എണ്ണയൊക്കെ പരട്ടിയിട്ട് ഇങ്ങനെ ഒന്ന് പരത്തിയെടുക്കണം. നല്ല നൈസായിട്ട് പരത്തിയെടുക്കണം കേട്ടോ. അങ്ങനെ ഫുള്ള് നമ്മളതേപോലെ ഈ ഒരു വലുപ്പത്തിൽ ആക്കിയിട്ട് നമ്മൾ അരിപ്പൊടി കുറച്ചൊരു പാത്രത്തിലിട്ടിട്ട് അതിൽ വേണം ഇത് ഇടാൻ, അല്ലെങ്കിൽ ഇങ്ങനെ കട്ട പിടിക്കും. അപ്പോൾ ആ രീതിയിൽ നമ്മളിതൊന്ന് ചെയ്തെടുക്കാം. നല്ല നൈസായിട്ട് തന്നെ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോഴാണ് ടേസ്റ്റ് കൂടെ. അപ്പോൾ ഇതിന് നമ്മളുടെ പരിപ്പ് കൂടെ കുതിർന്നിട്ടുണ്ട്. അത് നമ്മൾ തേങ്ങയുടെ പാല് മാറ്റി വെച്ചിട്ടുണ്ട്. അതിലത്തെ രണ്ടാം പാല് വെച്ചിട്ട് കുക്കറിൽ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോഴത്തേനും നമുക്ക് അതിലേക്കുള്ള ശർക്കര ഉരുക്കിയെടുക്കാം. നമ്മുടെ പരിപ്പ് കൂടെ വെന്തിട്ടുണ്ട്, ശർക്കര ഉരുക്കി വന്നിട്ടുണ്ട്. അതിന് നമ്മുടെ ടാസ്ക് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ഫുള്ളും നമ്മളിത് അങ്ങനെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് നമ്മൾ ഉരുട്ടിയെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളുടെ പരിപ്പ് ഇവിടെ വെന്തിട്ടുണ്ട്. നല്ലോണം അങ്ങനെ വെന്ത് കലങ്ങേണ്ട ആവശ്യമില്ല കേട്ടോ. ഒന്നും അങ്ങനെ കടിക്കാനുള്ള രീതിയിലായിട്ട് വേവിച്ചെടുത്താൽ മതി. അതിലായിട്ട് നമ്മൾ ഉരുട്ടി വെച്ചിട്ടുള്ള നമ്മളുടെ മാവ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതൊന്ന് ചിലവർ അതൊന്ന് ആവി കയറ്റിയിട്ടാണ് ഇട്ട് കൊടുക്കാറ്. ഞാൻ ആവി കയറ്റാറൊന്നുമില്ല, നേരിട്ടിട്ട് അതിലേക്ക് തന്നെ ഇട്ടിട്ട് അതിൽ എണ്ണ വിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കുക ചെയ്യാറ്. അതോടുകൂടി നമ്മൾ ശർക്കര ഉരുക്കിയത് അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. ആ ഒരു മാവൊന്ന് വേവിച്ചെടുക്കണം. അതിന് ശേഷം നമ്മളിവിടെ തേങ്ങാപ്പാൽ മാറ്റി വെച്ച് ഫസ്റ്റത്തെ പാലിൽ ഒരു 2 സ്പൂണ് അരിപ്പൊടി ചേർത്തിട്ട് അതൊന്ന് മിക്സാക്കി എടുക്കുക. എന്നിട്ട് അതും ഇതിലൊന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കുറച്ച് ഏലക്കായപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഇത് ഒന്ന് തിളപ്പിച്ചിട്ട് ഇറക്കാം. അപ്പോൾ നമ്മളുടെ പാലിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. ഇവിടെ നോമ്പിന് 27 സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്ന ഒരു വിഭവമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക.